നമസ്കാരം. പാർത്ഥ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു BJP നേതാവ്, ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി SG തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ ആണ്. അദ്ദേഹം ഏതോ ഒരു മാരേജ് ഫംഗ്ഷനാണെന്ന് തോന്നുന്നു. ഒരു സംസാരിക്കാൻ കേൾവിയും ഇല്ലാത്ത ഒരാളെ കുറച്ച് പേര് നിറഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ ആളോട് സുരേഷ് ഗോപി നീങ്ങി നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കുന്നു. ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഗ്രസ് പ്രൊഫൈലുകളിലാണ് ഞാനത് കണ്ടത്. ഇതിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. കഷ്ടം, ആ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആ മനുഷ്യനോട് ഈ മനുഷ്യൻ കാണിക്കുന്നത് കൊണ്ട് ഇതാണോ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ ക്യാപ്ഷനുകളോടുകൂടി ശ്രീ സുരേഷ് ഗോപിയെ തികച്ചും അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. ഞാൻ അതോടനെ പ്രാർത്ഥന അയച്ചു തന്നിട്ട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ബാക്കി വിഷ്വൽ ഞാൻ വേറൊരാൾക്കും BJP വേറൊരാൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുന്നിലും പിന്നിലും വേറെ കുറച്ചുകൂടെ വിഷ്വൽസ് ഉണ്ടാവും, അതിനെല്ലാം കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് കണ്ടെത്തി ഇല്ലേ, പ്രാർത്ഥന അത് കണ്ടെത്തി എനിക്ക് അയച്ചു തന്നായിരുന്നു അതിൻ്റെ ബാക്കി ദൃശ്യം എന്താണെന്ന്. പക്ഷെ അത് ഇവരാരും ആ ബാക്കി ദൃശ്യം കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇത്രയധികം ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനായിരിക്കും ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത്? അല്ല, അത് ചരിത്രമല്ലേ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പം NDA സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് കോട്ടയം മണ്ഡലത്തിൽ നിന്ന്, എനിക്ക് തോന്നുന്നു കോട്ടയമാണെന്ന് തോന്നുന്നു, കോട്ടയത്ത് നിന്ന് വിജയിച്ചു. അത് NDA സ്ഥാനാർത്ഥിയാണ്, വേറൊരു ക്രിസ്ത്യൻ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷെ ഒരു BJP സ്ഥാനാർത്ഥി, അതും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 85,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്നുവെന്ന് പറയുമ്പോൾ കേരളത്തിൽ വലിയ ചരിത്രമാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അത് BJP സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് അത്ര ഒരു വലിയൊരു പ്രാധാന്യം കിട്ടിയത്. അപ്പം ഇദ്ദേഹത്തെ ഇടിച്ച് താഴ്ത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കുറേ ആളുകൾ കൊണ്ടു നടക്കുന്നത്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞാലോ അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയാണ്. ഇപ്പം MM മണി എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം അത് നാട്ടുഭാഷയിൽ സംസാരിക്കുന്നതാണ്. K സുധാകരൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ധീരനാണ് എന്നൊക്കെ പറയും. സുരേഷ് ഗോപിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുവെച്ച് അതിലെ നെഗറ്റീവുകളെ, ന്യൂനതകളെ മാത്രം എടുത്ത് ബിൽഡ് ചെയ്ത് അദ്ദേഹം എന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. PV അൻവറിന് പോലും കിട്ടുന്നുണ്ട് ഈ ഔദാര്യങ്ങൾ. ഇതിനേക്കാൾ മോശമായി സമൂഹത്തിൽ ഇടപെടുന്ന PV അൻവറിന് പോലും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് PV അൻവറിനെ പോലെ ഇപ്പോൾ PV അൻവർ അവസാനം പറഞ്ഞത് വനം വകുപ്പും ആഭ്യന്തരവും എനിക്ക് തന്നാൽ ഞാൻ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കാം. എന്തിനാ ഇവന് വനം വകുപ്പ്? ഈ വനം വകുപ്പ് PV അൻവറിന് എന്തിനാന്ന് വെച്ചാൽ അവിടെ നിന്ന് കട്ട് ഇപ്പം കക്കാടംപോയിലൊക്കെ അങ്ങേയറ്റം കള്ളം കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന PV അൻവർ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എല്ലാം പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത്. കാരണം പ്രശ്നത്തിലായത് കേസിൻ്റെ പുറത്താണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞ്, അതായത് കുറച്ച് സംഗീതത്തിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ മുസ്ലിം ആളുകളുടെ കുറേ പിന്തുണയും കിട്ടും അൻവറിന്. പക്ഷേ ഈ നന്മ മാത്രം ചെയ്യുന്ന, അതായത് നന്മ ഒരുപാട് ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. തൻ്റെ സ്വന്തം മകളുടെ പേരുള്ള ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഈ കുടിവെള്ള പദ്ധതി, ഇപ്പം അടുത്ത് ഒരു കുടിവെള്ള പദ്ധതിക്ക് അദ്ദേഹം ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് പൈസ അനുവദിച്ചിട്ടുള്ളത്. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഒന്ന്. രണ്ടാമത്തത് ഈ ഫംഗ്ഷൻ്റെ കാര്യം തന്നെ എടുത്തു. ഈ ഫംഗ്ഷൻ്റെ ഈ വീഡിയോയ്ക്ക് പുറകിൽ വേറെ വീഡിയോ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അത് കൃത്യമായി കട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി വളരെ മോശം രീതിയിൽ സംസാരിക്കാൻ വയ്യാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത ഒരാളോട് എന്തോ വലിയ തെറ്റ് ചെയ്തു, ഇദ്ദേഹം എന്തോ തമ്പുരാൻ മനോഭാവമുള്ള ആളാണ് എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ കാണിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നയാളാണോ അങ്ങോട്ട് മാറി നമുക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. കാരണം ആളോട് നീങ്ങാൻ പറയുന്നത് തന്നെ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ആൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് അങ്ങേ അറ്റത്തേക്ക് നീങ്ങി നിൽക്കൂ എന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്. അതിനെ ഇവർ വ്യാഖ്യാനിച്ചത് എന്ത് രീതിയിലാണ്? അല്ല, അതിലെന്തറിയോ, അതിൽ നീങ്ങി നിൽക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? വേറെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ നിലവിൽ ഫോട്ടോ എടുക്കൽ നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ മുമ്പിലേക്കാണ് ഇവർ കയറി നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറച്ച് അങ്ങോട്ട് നിൽക്കൂ, എടുക്കാന്ന്. അതിലെടുത്തിട്ട് സുരേഷ് ഗോപി എന്തോ മഹാമോശം ഇദ്ദേഹത്തോട് ചെയ്തു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോ പുറത്ത് വന്നപ്പോൾ അതിൽ കാണുന്നത് എന്താ? സുരേഷ് ഗോപി ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്നു. അതായത് പരിഗണിക്കേണ്ടവരെ കൃത്യമായി പരിഗണിച്ച് പോകുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കൂടി എനിക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നമുക്കൊക്കെ അറിയുന്ന ആളുകളാണല്ലോ. ഇത് അറിയാത്ത ആളുകൾക്ക് ഇദ്ദേഹം എന്തോ വലിയ പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരു ശൈലി കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പല കാര്യങ്ങളും വരുന്നത് എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകും.
ചില ഉഡായിപ്പ് ചോദ്യങ്ങൾ അവർക്ക് എന്താണ് സുരേഷ് ഗോപിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ എന്തോ വലിയ ആളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എന്നത് മറന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇവര് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോയാലോ ഈ മിണ്ടാതിരിക്കും, കൃത്യമായി അകലം പാലിക്കാനും അറിയാം. ചില ലേഡി റിപ്പോർട്ടർമാരൊക്കെ പോയിട്ട് എൻ്റെ നിലപാട് ഞാൻ സുരേഷ് ഗോപിയോട് മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം എന്നെ എതിർക്കുന്നു, ഞാനാണ് ഇവിടുത്തെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന കുറെ ആൾക്കാരെ കാണാം. എനിക്ക് അനുഭവമുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നോക്കിയല്ലേ ചോദ്യം. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇത് എന്നിട്ട് ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാനുള്ള ചില കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് നടത്തിയിരുന്നു. എന്നിട്ട് ആ ചാനലുകൾ മൊത്തം സുരേഷ് ഗോപിയെ വിമർശിക്കുന്നു. ഇത്രയധികം വേട്ടയാടപ്പെട്ടൊരു നേതാവ് വേറെ ആരാണുള്ളത്? പരസ്യമായി മാധ്യമങ്ങളോട് ഒരു ദയവില്ലാതെ ഇറങ്ങിപ്പോവുക അല്ലെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആളുകളും അതിനേക്കാൾ അപ്പുറത്ത് മാധ്യമങ്ങളെ വെട്ടും കുത്തും തല്ലുമെന്നും. ഇപ്പം കഴിഞ്ഞ ദിവസം 24-ന്റെ ഒരു മാധ്യമപ്രവർത്തകനെ കോൺഗ്രസ്സുകാർ ഒരു മരണം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമപ്രവർത്തകനെ, ആ മരണത്തിൽ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഉന്നയിച്ചത് സംപ്രേഷണം ചെയ്തതിന് അവിടുത്തെ കോൺഗ്രസ്സുകാർ പോയിട്ട് പിടിച്ചു വെക്കുകയും ഒരു KPCC അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഒരു അക്ഷരം ഒരു മിണ്ടുന്നില്ല. എന്ത് മിണ്ടാൻ പറ്റും? ഒന്നും മിണ്ടുന്നില്ല. AUWG ഒക്കെ ചത്ത് കിടക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ സുരേഷ് ഗോപിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇദ്ദേഹം എന്തോ തെറ്റുകാരനാണ് എന്ന് വരുത്തിയിരിക്കുന്ന ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട്. അതിപ്പോൾ ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലായി. സുരേഷ് ഗോപിക്ക് ഇതിനകത്ത് മനസ്സിലായി. കാര്യം അദ്ദേഹം പ്രൊവോക്കാകുന്ന ചില കാര്യങ്ങൾ എടുത്ത് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്ത് മനഃപൂർവ്വം ഇമേജ് തകർക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മുൻപൊരു മാധ്യമ പ്രവർത്തകയുമായുള്ള ഇഷ്യൂവിൽ ഇദ്ദേഹത്തെ നാണം കെടുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു അത്. പക്ഷേ അതിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചത് മുഴുവൻ ആ മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് അവരുടെ ഔദ്യോഗികമായി ഉണ്ടാകുന്ന മറ്റ് പ്രഷറുകളെ കുറിച്ച് അവർ എനിക്ക് വല്ലാത്ത പ്രഷറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി നീങ്ങി നിൽക്കാൻ പറഞ്ഞതാണ് പ്രഷർ ഉണ്ടാക്കിയത് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനൊരു പ്രചരണവും ഉണ്ടായിരുന്നു. അല്ല, നിരവധിയായ മാധ്യമപ്രവർത്തകരോട് പ്രശ്നം സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായെടുത്ത് സുരേഷ് ഗോപി അങ്ങനെ ചെയ്തത് വളരെ ഭീകരമായി വളച്ചൊടിച്ച് ആ സ്ഥാപനത്തിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രഷറൊക്കെ ചുമത്തി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചു വരുത്തി. പക്ഷേ ആ ചോദ്യം ചെയ്യലും ആ വിളിച്ചു വരുത്തലും ഒക്കെ സുരേഷ് ഗോപിയുടെ ഇമേജ് വല്ലാതെ അങ്ങ് വളർത്തി. കാരണം സ്ത്രീകളടക്കം കുട്ടികളടക്കം പുരുഷന്മാരടക്കം എല്ലാവരും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത്. അതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി അത്തരത്തിലൊരു കാര്യത്തിലല്ല. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് പോലും എന്താണ് സപ്പോർട്ടുമായി വരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്താണ് സുരേഷ് ഗോപിയെ അനാവശ്യമായി ആ ഒരു കാര്യത്തിലേക്ക് വലിച്ചിട്ടത് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇനി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പം പല ആളുകളും വന്നിട്ട് ഇപ്പം പൂരം കലക്കി ജയിച്ച ആൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ തന്നെ പല ആളുകളും സംസാരിക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു CBI അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ധൈര്യമായി CBI അന്വേഷണം പ്രഖ്യാപിക്കും. അവർക്ക് അന്വേഷണം തെളിയിക്കലൊന്നും വേണ്ട, കുറച്ച് ആരോപണം ഉന്നയിക്കുക. സോഷ്യൽ മീഡിയയിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്, ഇടതുപക്ഷ ഗ്രൂപ്പുകളും കോൺഗ്രസ് ഗ്രൂപ്പുകളും, അതിലെല്ലാം കുറേ പ്രചരിപ്പിക്കുക. അതല്ലാതെ അവർക്ക് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിട്ടും അറിയാം. മാക്സിമം ഇത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു ഇംപ്രഷൻ മോശമാക്കി കൊടുക്കുക അദ്ദേഹത്തിന്. പക്ഷേ അത് അവർ ചെയ്യുന്നതിൻ്റെ വിപരീത ഫലമാണ് മിക്കപ്പോഴും ഉണ്ടാകുന്നതെന്നേ ഉള്ളൂ. അതൊക്കെ അദ്ദേഹത്തിന് സഹായകമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹം ഈ കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യസമയങ്ങളിൽ അതിൽ ഇടപെടുകയും യോഗം വിളിക്കുകയും ചെയ്തു. മന്ത്രി രാജൻ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. അവിടെ പങ്കെടുത്ത അവിടുത്തെ കമ്മീഷണർ ഉൾപ്പെടെ അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ വരെയുള്ള ആളുകൾക്ക് അദ്ദേഹം നേരിട്ട് ആദരം കൊടുത്തു. അതായത് ശുചിത്വ പൂരം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കുക, അതിലെല്ലാവരെയും ആദരിക്കുകയും ചെയ്തു, തൊഴിലാളികളെ ഉൾപ്പെടെ. ഇതൊന്നും ആരും പ്രചരിപ്പിക്കില്ല. അത് ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഒരാൾ ആദരിക്കുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെയുള്ള ഒരൊറ്റ എംപിമാർക്കും ഒരൊറ്റ ആളുകൾക്കും അങ്ങനെ ഒരു കാര്യം തോന്നിയിരുന്നില്ല. അപ്പോൾ അത് സുരേഷ് ഗോപിക്കാണ് തോന്നിയത്. സുരേഷ് ഗോപി അത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ മന്ത്രി രാജനൊന്നും ഇതിൽ പങ്കെടുത്തില്ല, രാഷ്ട്രീയമാണ്. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഗോപി അദ്ദേഹത്തെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അനുമോദിക്കുകയും അവർ ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി പറയുകയും ചെയ്തു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകൾ ചെയ്ത നന്മയെ പറയാൻ കാണിക്കുന്ന മനസ്സ്, അത് തന്നെയാണ് വലുത് എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സംഘി എന്ന ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളെന്തോ മോശക്കാരനാണ്, ഇയാളെന്തോ ഇതാണ്. എത്ര നന്മ നമ്മൾ ചെയ്താലും സംഘിയാണോ നിങ്ങൾ മോശക്കാരനാണ്. ഇനി ഈ രാജ്യത്തെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾ മതേതരനാണ് എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ
നമ്മൾ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അയാൾ ഭയങ്കര പുണ്യാളനാണ്. ഈ ഒരു നിലപാടുണ്ട് ഇവിടെ. ഇത് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ്, അത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പലപ്പോഴും തൃശ്ശൂർ നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. അവിടെയുള്ള ഈ കോട്ടയത്ത് ഇത്രയും കാലമായി ഭരിച്ചുകൊണ്ടിരുന്ന കോട്ടയത്ത് ഒരു ആകാശപാത നിർമ്മിച്ചിട്ട് അത് തുരുമ്പെടുത്ത് കിടക്കുക. കാലങ്ങളായി ആലോചിക്കണം, 40 കൊല്ലമായി. ആ സ്ഥലത്ത് നിന്ന് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ MP ഫണ്ടും അതുപോലെ തന്നെ അമൃത് പദ്ധതി, പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ആകാശപാതയുടെ പണി അവിടെ പൂർത്തീകരിച്ച് എത്ര മനോഹരമായിട്ടാണ് ആ കാര്യം നടന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രത്യേക ഇടപെടലാണ് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചത്. അദ്ദേഹം ഈ പറയുന്ന ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ന്യൂറോ വിഭാഗം ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ കണ്ടില്ല, പകരം സുരേഷ് ഗോപിയാണ് കണ്ടത്. അത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പോയി പരിഹരിച്ചു. ഒരു കൃത്യമായ രീതിയിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം വലിയ വികസനങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും, പക്ഷേ ആ വികസന പ്രവർത്തനത്തിന് സ്ഥലം കൊടുക്കാൻ പോലും കേരളത്തിലെ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വികസനമായിട്ട് വരരുത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ ഇറങ്ങിയ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യാവസ്ഥ ജനങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ട് മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യമാക്കി എടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും.